ടെൻഷനും മദ്യവും തലവേദന കൂടി ചേർത്തപ്പോളേ. സാറിൽ നിങ്ങൾ വിശ്രമിച്ചോളേ. എനിക്ക് വിശ്രമിക്കണ്ട, ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. എനിക്ക് ഇരിക്കണ്ട. അല്ല, ഇതെന്താ പരിപാടി? ആരൊക്കെയാ അവര്? നിങ്ങൾ ഈ കാര്യത്തിൽ വല്ല സീരിയസ് ആണോ? നിങ്ങൾ ഏതൊരു സാഹിബിന് ഫോൺ ഒന്നുണ്ട്. ആരാണ്? വേറെ ഏതൊരു സാഹിബ് അവിടെ നമ്മുടെ ലൊക്കേഷനിൽ നാട്ടുകാർ വന്നാകെ പ്രശ്നമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി വരാം. അവിടെ ഇരിക്കണ്ട. ഇവരൊക്കെ എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തും ചെയ്യുന്നവരെനിക്ക് ആവശ്യമില്ല. കുറച്ചെങ്കിലും അഭിനയിക്കുന്നവരെ തന്നാൽ മതി. നല്ലൊരു ഡയറക്ടർ വിചാരിച്ച് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ലേ? നിങ്ങൾ നല്ലൊരു ഡയറക്ടറെ വിളിക്ക്. അല്ല, നിങ്ങൾ തന്നെ മതി. എൻ്റെ ഒരു അവസ്ഥ, ഞാൻ ചെയ്യുന്ന പടത്തില് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. സിറാജ് ഭായ്, അവർ പാവങ്ങളാണ്, ഒഴിവാക്കരുത്, വേദനിക്കും. ഇപ്പൊ എൻ്റെ വേദനയോ? ആരെയും വേദനിപ്പിക്കാത്തൊരു മാർഗം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാനൊരു ട്രെയിനറെ കൊണ്ടുവരും. അയാൾ സെലക്ട് ചെയ്യുന്നവരെ അഭിനയിക്കാൻ കഴിവുള്ളവരെ അതിലെടുക്കും. അല്ലാത്തൊരു വേദനിക്കേണ്ട തന്നെ വരും. ബാക്കിയുള്ളവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. മതി. അത് മതി, അത് തന്നെ മതി. അതേ നടക്കുള്ളൂ. നിങ്ങളെന്നെ പിരിച്ചുവിടുകയല്ല, ഞാനിവിടുന്ന് പോവുകയാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് ഒരിക്കലും സിങ്സൺ അറിയിക്കുന്നില്ല. കുറച്ച് SP ക്യാഷ് കൈവറക്കുന്ന 50 കൂടുതലുണ്ടല്ലോ. എൻ്റെ വാപ്പ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. ആടുന്ന് കിട്ടിയതാ. അങ്ങനെ ഉള്ളുരുക്കി നമുക്കൊന്ന് കൂവി നോക്കിയാലോ? ഒന്ന് കൂവി നോക്കി നിങ്ങള്. പിന്നെ നമ്മൾ ഈ അഭിനയത്തെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ചില ആത്മാവിഷ്കാരമാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അത് മാത്രമല്ല സംഭവം. നമ്മുടെ സ്വന്തത്തോടുള്ളൊരു കലാപമാണ്. അതായത് നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. അതിനോടൊക്കെ യുദ്ധം വെട്ടാതെ ഒരു കഥാപാത്രമായി മാറാൻ കഴിയില്ല. അപ്പൊ തുടങ്ങാം കലാപം.